അതുപോലെ 100, 200, 300, 400 കൊല്ലം പഴക്കമുള്ള പള്ളികൾ അതൊക്കെ സമസ്തന്റെ പള്ളിയാണ്. സമസ്ത ആരാണെന്നല്ലേ തീരുമാനിച്ചിട്ടില്ല, അത് വേറെ വിഷയം. ഇന്നുവരെ തീരുമാനിച്ചില്ല. എന്നാൽ ഏത് സമസ്തയായാലും ശരി, 400 കൊല്ലം പഴക്കമുള്ള പള്ളി എങ്ങനെയാ 100 കൊല്ലം പഴക്കമുള്ള സമസ്ത ഉണ്ടാക്കിയത് അവര്? എന്നിട്ട് കുഞ്ഞമ്മ കാര്യം പിടിച്ചെടുത്തു തിരുവങ്ങാടി പള്ളിന്നാ മുഖ്യമന്ത്രിക്ക് കൊണ്ടുവച്ച് മെമ്മോറാണ്ടം കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം കൊടുക്കുക. ഇവിടെ സുന്നികള് ഉണ്ടാക്കിയ പള്ളികൾ, സമസ്തന്റെ പള്ളികളൊക്കെ പിടിച്ചെടുത്തു. അതിന് ഉദാഹരണം തിരൂരങ്ങാടി ജുമാഅത്ത് പള്ളി. എത്ര കൊല്ലായി തിരുവങ്ങാടി ജുമാഅത്ത് പള്ളി ഉണ്ടാക്കിയിട്ട്? 1300 കൊല്ലം പഴക്കമുള്ള പള്ളി. അത് സമസ്തന്റെ, ചേളാരി സമസ്തന്റെ പള്ളിയാന്ന് പറഞ്ഞാല് എവിടെ നടക്കുക? ഇത് എവിടെ നടക്കല്? എന്നിട്ട് പടച്ചോനെ പടായി വിടുകയാണ്. ഞങ്ങളെങ്ങാനും ഒന്ന് ഇളകിയാൽ ഇവിടെ ലോകോട്ടാകട്ടിയാവും. അങ്ങനത്തെ ചിത്രത കൊണ്ടല്ല, അങ്ങനത്തെ വീമ്പളക്കൽ കൊണ്ടല്ല, പേടിപ്പിക്കൽ കൊണ്ടല്ല ഇവിടെ ദീൻ പ്രചരിപ്പിക്കേണ്ടത്. കണ്ടോ എത്ര സമാധാനപരമായ നിലക്ക് ഇവിടെ സ്റ്റേജ് മുഴുവനും അഹ്ലു ബൈത്തും ആലിമീങ്ങളും സാലിഹീങ്ങളും, സദസ്സിന് മുഴുവനും ആലിമീങ്ങളും സുന്നത്തിമായത്തിന്റെ പ്രവർത്തകരും വളരെ അച്ചടക്കത്തോടുകൂടെ, വളരെ സമാധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്നു. ഈ ജനങ്ങൾ SYS-ന്റെ 60ാം വാർഷിക സമ്മേളനം കണ്ടില്ലേ? എത്ര ഏക്കർ സ്ഥലത്ത് അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ മറ്റേ അറ്റത്ത് എത്തുകയില്ലെന്ന് പറയുന്നത് പരിപൂർണമായി സാക്ഷാത്കരിച്ചുകൊണ്ട് SYS-ന്റെ സമ്മേളനം ഇവിടെ നടത്തിയില്ലേ? ഞാൻ ചോദിക്കുന്നു, അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ഇവിടെയെല്ലാം പറയുന്നത് ഈ മഹാന്മാരായ ആലിമീങ്ങളെ പിൻപറ്റണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി അത് പിൻപറ്റണം. നിനക്കിവിടെ പള്ളിയും മദ്രസയും സംഗതികളും ഒക്കെ ഉണ്ടാവണം. അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന സ്വഭാവമില്ല, ചിത്രതയുണ്ടാക്കുന്ന സ്വഭാവമില്ല. ചിത്രതയിലൂടെ, അട്ടിമറിയിലൂടെ, പേടിപ്പിക്കലിലൂടെ ഇവിടെ ഒന്നും തകർത്താൻ ആർക്കും സാധിക്കുകയും ഇല്ല. അല്ലാഹു തആല ദീന് ഇവിടെ ഹക്കായ ദീനാണ്. ആ ദീനിന് വേണ്ടി ആര് ശരിയായ നിലക്ക് നിൽക്കുന്നുവോ തീർച്ചയായും അവർ വിജയിക്കുക തന്നെ ചെയ്യും.